നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പം അരിച്ചെടുത്ത് ആ ഒരു വെള്ളം മാത്രം അങ്ങ് എടുക്കാം. അപ്പം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതുപോലെ 3/4 ഗ്ലാസ് വെള്ളമാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം മുടിയിൽ ഞാൻ ചെറുതായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യും. ഞാൻ പറഞ്ഞാൽ മിക്ക ദിവസവും രാത്രി കുറച്ച്, ഒരുപാട് ഓയിൽ ഇടില്ല, നെറുകയിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യും കേട്ടോ. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യും. അത് വിചാരിച്ച് നമ്മുടെ ബെഡ്ഷീറ്റിലാവുന്ന തരത്തിലൊന്നുമില്ല. അപ്പം ഇതേപോലെ ഒന്ന് മുടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ചണവിത്താണ്, ഫ്ലാക്സ് സീഡാണ് കേട്ടോ. ഇത് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഞാൻ വാങ്ങിച്ചത് 20 രൂപയ്ക്കാണ്. കുറച്ച് വാങ്ങിച്ചാലും മതി, നമുക്ക് എത്രയെന്ന് വെച്ചാൽ നോക്കി വാങ്ങിക്കുക കേട്ടോ. അപ്പം ഇത് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഒരു വിത്ത് പോലെയാണ്. കുറേ ആളുകൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. പിന്നെ മറക്കണ്ട, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, അതിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം 1 സ്പൂൺ മതി. ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഇട്ടു. ഇനി ഞാൻ എടുക്കുന്നത് നമ്മുടെ ഈ ഒരു റോസ്മേരിയാണ്. ഇപ്പോൾ റോസ്മേരി ആണെങ്കിലും ഞാൻ വീഡിയോയിലൊക്കെ പറയുന്നതാണ്, അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ടി കിട്ടാനും മുടി പുതിയത് കിളിർത്ത് വരാനും മുടി സമൃദ്ധമായിട്ട് വളരാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ചണവിത്തിനും പെട്ടെന്ന് നമ്മുടെ മുടിക്ക് ഒരു പ്രത്യേക ഒരു മാറ്റമായിരിക്കും കേട്ടോ. ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പം ഞാനതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇച്ചിരി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 സ്പൂണ് തേയിലപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഈ 3ഉം ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളയ്ക്കണം, ചെറു ചൂടിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഏകദേശം ഒരു 3/4 ഗ്ലാസ് വെള്ളമാക്കി എടുക്കണേ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു റിസൾട്ട്. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പോൾ 2 ദിവസമൊക്കെ നമുക്കിത് പുറത്ത് നിന്നാലും വലിയ പ്രശ്നമില്ല. പിന്നെ തേയില വെള്ളം ആയതുകൊണ്ട് ഇപ്പം ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ്, നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കേട് വരും കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ പറഞ്ഞാൽ 2 ദിവസമൊക്കെ വലിയ പ്രശ്നമില്ലാതെ നിൽക്കാറുണ്ട്. അപ്പം ഞാനിതാ ഇതുപോലെ അങ്ങ് വെട്ടി തിളപ്പിച്ച് ഇപ്പോൾ ഏകദേശം ഒരു 3/4 ഗ്ലാസ് വെള്ളമായിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കുറച്ച് നേരം നിർത്തി വെച്ചിട്ട് ചൂട് മാറിയിട്ട് നമുക്കൊന്ന് അരിച്ച് സ്പ്രേ ബോട്ടിലാക്കാം കേട്ടോ. അപ്പം അത് ആ ഒരു റോസ്മേരീൻ്റെ സ്മെല്ലാണെങ്കിലും നന്നായിട്ട് അറിയുന്നുണ്ട്. റോസ്മേരിയൊക്കെ നമുക്ക് ആയുർവേദ കടയിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഞാൻ മുന്നേ റോസ്മേരീൻ്റെ മാത്രം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അത് നമുക്ക് സ്ഥിരമായിട്ടൊരു 30 ദിവസമൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മുടി വളരാൻ സഹായിക്കുന്നതാണ്. അപ്പം ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ്. നമ്മുടെ തേയിലപ്പൊടിക്കാണെങ്കിലും മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ടി കിട്ടാനും മുടിയിൽ ഉണ്ടാവുന്ന ഇപ്പോൾ മുടിക്ക് നല്ലൊരു കറുപ്പ് കളറ് അതുപോലെ താരനൊക്കെ കുറയാൻ ഇതുപോലെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിതാ കുറച്ച് ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കാണിക്കാം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ഇതുപോലത്തെ കുപ്പിയാണെങ്കിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമ്മുടെ ചീർപ്പ് പോലെ നിൽക്കുന്ന കുപ്പിയാണെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. അത് ഞാൻ മുന്നേ വീഡിയോ കാണിച്ചതാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞു, കുറച്ച് എണ്ണ ഞാൻ ഡെയിലി ഇടുന്നതാണ്. തലയിൽ നെറുകയിൽ ഇങ്ങനെ ഇട്ടിട്ട് ചെറുതായിട്ട് ചെറിയൊരളവിൽ ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്യും. അപ്പം അതുകൊണ്ട് എൻ്റെ മുടി പറഞ്ഞാൽ ഓവർ ഡ്രൈ ആയി നിൽക്കില്ല. അപ്പോൾ കുറച്ച് എണ്ണ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വേണ്ട. അപ്പം ഞാനിതാ മുടിയൊക്കെ നല്ല ഇതിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ പറഞ്ഞാൽ നമുക്ക് രാവിലെ എണ്ണ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം തലയിലൊക്കെ എണ്ണ ഒക്കെ നല്ലോണം, എനിക്കാണെങ്കിൽ എണ്ണ ഇടാതിരിക്കാനും പറ്റില്ല കേട്ടോ. ഭയങ്കര പ്രശ്നമാണ്, എണ്ണ ഇട്ടില്ലെങ്കിൽ ഭയങ്കര തലവേദനയൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഡെയിലി ഇടുന്നതാണ്. ഇനിയിപ്പോൾ ഡെയിലി ഇട്ടിട്ടില്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ ആണെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിതാ മുടീൻ്റെ ഉള്ളിലേക്ക് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പോലും പറ്റുന്നില്ല കേട്ടോ. ശരിക്കും മുടീൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ആ ഒരു നമ്മുടെ ഈ ഒരു സ്പ്രേ ഇങ്ങനെ നന്നായിട്ടാണ്ട് അടിച്ചു കൊടുക്കുക. കുറച്ച് നേരം മുടി അയച്ചിടുമ്പോഴേക്ക് തന്നെ ഉണങ്ങി വരും. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ മുടി വളർത്താനും മുടിക്ക് നല്ല കരി പോലത്തെ കറുപ്പ് കളർ കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. നല്ലൊരു റിസൾട്ട് ആയിരിക്കും കേട്ടോ. കറക്റ്റായിട്ട് 1 മാസം ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.